ഇപ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ ഇപ്പോൾ ഒരു ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു കൊല്ലം കഴിഞ്ഞിപ്പോൾ നമ്മൾ ചെറിയ പഠിക്കാത്ത പിള്ളേരൊക്കെ അറിഞ്ഞാൽ പഠിപ്പിച്ചിങ്ങനെ വലിയ നിലയിലേക്ക് ആക്കാനുള്ള അങ്ങനെ സഹായങ്ങൾ കാണാം. മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ശേഷി നിർമ്മാണ പ്രസിഡന്റ് പുള്ളിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത. ഇന്ന് ഞങ്ങൾ തറവാട്ടമ്പലത്തിലേക്കാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്പലമല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവരും പോകുന്നതും അല്ലേ. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ഇങ്ങനെ ഒരു അമ്പലമുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതായിരുന്നു ആ സത്യം. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം അച്ചച്ചനാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു അമ്പലമുള്ള. കൂടാതെ അച്ചച്ചനും അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എക്സൈറ്റ്മെന്റോട് നിൽക്കാൻ പറ്റും. അന്ന് എന്നെ സമാധാനിപ്പിക്കാൻ അച്ചച്ചൻ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതങ്ങനെ നടന്നില്ല. ആക്ച്വലി ആ സ്ഥലം കുറച്ച് ലോങ്, അതാണ് അന്ന് പറ്റാഞ്ഞത്. പിന്നീട് ഞാനത് മറന്നുപോയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടുകാർ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇടും. അങ്ങനെ ആ ദിവസം വന്നെത്തി ഗൈസ്. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ കാറിലൊക്കെ കയറി ഇനി കുറച്ചു നേരം യാത്രയാണ് ഗൈസ്. പാട്ട് വെക്കാൻ വേണ്ടിയിട്ട് FM ഓൺ ചെയ്തപ്പോൾ ഇതാണ് ഗൈസ് കേൾക്കുന്നത്. ഗുരുവായൂർ പോയ ഓർമ്മയാണ്. എന്നിട്ട് വണ്ടി പോലും കാണുന്നില്ല. ഇതാണ് ഗൈസ് ഞങ്ങളുടെ അച്ചച്ചൻ. ധന്യക്കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഗൈസ് കുറച്ച് വെളിച്ചൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അച്ചച്ച സ്ഥലം പറഞ്ഞുതരാണ്. ഗുരുവായൂരിലേക്ക് കടക്കാൻ പോവാ. ഗുരുവായൂരിലേക്ക് ഏരിയ കുറ്റിപ്പുറം കഴിഞ്ഞ് അതിൽ ഗൂഗിൾ മാപ്പിൽ കാണാം. ചോപ്പ് നടക്കരുത്. ചോപ്പ് അങ്ങനെ ഒക്കെ കാണാം. ചെറിയ ഇങ്ങനെ വരും. മൂന്നാരങ്ങ വാരി ഇങ്ങനെ മൂന്നാരങ്ങ വാരി വരും. പിന്നെ കാവി കളർ പിന്നെ ഐസ് കട്ട് മതി. അപ്പോഴത്തെ 7:30 മണിയാവും. 7:30 ഐസ് കട്ട് മതി. കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം. കുറേ നേരം ഞാൻ എന്താന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചു നോക്കി. മനസ്സിലായത് സ്മോക്ക് കയറിയതാ. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എൻ്റെ ക്യാമറ ക്ലിയറിൽ വീഡിയോ കണ്ടെന്ന് വരില്ല. ബ്രേക്ക് എടുക്കണം. എവിടെ പരിപാടിക്ക് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും എനിക്ക് വിശപ്പ്. വീട്ടിലെനിക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. പുറത്തിറങ്ങി അപ്പൊ വിശപ്പ്. സൂര്യൻ ഉണർന്നു വരുന്നു. ഇപ്പൊ ദിവസം എന്റെ വിശപ്പിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. വണ്ടി സൈഡാക്കാനുള്ള പരിപാടിയാണ് അച്ഛൻ. എന്നിട്ട് വേണമല്ലോ ബാക്കിൽ നിന്ന് ഇരിക്കുന്ന സാധനമൊക്കെ എടുത്ത് തന്നെ വണ്ടി അടിച്ചു. എന്റെ അനിയത്തി ഇതൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇറങ്ങി. എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരൂ. ആ അത് നോക്കാം. ഞാൻ എടുക്കാം. അത് പിടി. അയ്യോ ഡാഡി അച്ഛൻ കയറി ഇരുന്ന് അമ്മടുക്ക് നോക്കിട്ടോ. ബസ് വരുന്നുണ്ട്. സൂര്യൻ കുറച്ച് നേരമായി ഇതുപോലെ കളിക്കാൻ വേണ്ടിട്ട്. ഞാൻ നോക്കട്ടെ. എനിക്ക് ചായ ഒന്നും വേണ്ട. എനിക്ക് എന്റെ ബിസ്ക്കറ്റ് മതി. ഞാനുള്ളത് അച്ഛന് വേണ്ടിട്ടാണ്. എന്താ വേണ്ടത് ചേച്ചി?
അച്ഛനെ ഞാൻ അങ്ങോട്ട് നിങ്ങൾ എന്ത് കളിക്കണത്? എവിടെയെങ്കിലും ഒക്കെ ഇരുന്നാ പോരാ. ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കണം. സൂര്യനെ കണ്ടു. ഉറക്കം പോകാത്തതാണ്. ഒന്നും മനസ്സിലാവും വേണ്ട. ഗൈസ്, ഞാനൊരു കാര്യം വിട്ടു. ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ എത്തണ്ട, അതിന് മുന്നേ ആയിട്ടുള്ള എടവിലങ്ങ് കോവിലകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നമ്മളിപ്പോൾ അവിടെ ഏകദേശം എത്താനായിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പം ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ക്ഷേത്രം. ഗൈസ്, ഞങ്ങളിപ്പം ക്ഷേത്രം തൊഴുതിറങ്ങി നിൽക്കുകയാണ്. നമ്മൾ തെരഞ്ഞു പിടിച്ച് ഇവിടെ എത്തി. അമ്പതാ പരിസരത്ത് ഇരിക്കാം. തിരിച്ച് തരാനുള്ള പരിപാടിയിലേക്കാം. ഇവരെ വിളിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി ഞങ്ങൾക്ക് പൂജയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ അല്ലേ? മാസപൂജയ്ക്കൊക്കെ അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ചേർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തന്നെ തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ കുട്ടിക്കാലത്ത് തുടങ്ങി ഈ അമ്പലം ഇവിടെ തന്നെ ഉണ്ട്. അന്ന് ഇത്രയും പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല, ആയിട്ടുണ്ടായില്ല. അന്നത്തെ പ്രശസ്തി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 16 കഴക്കാരുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പം ഈ പേരൊക്കെ മാറ്റി. പണ്ട് പുത്തൻകാട്ടിൽ അമ്പലം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുള്ളൂ. പറമ്പാണ് പുത്തൻകാട്ടിൽ പറമ്പാണ്. അപ്പം ഇപ്പാണ് പേരൊക്കെ മാറ്റി ഗോകുലധർമ്മസഭാന്ന് അമ്പലമൊക്കെ പുതുക്കി. ട്രസ്റ്റ് ഉണ്ടല്ലേ? ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് അപ്പോൾ 16 കഴക്കാരെന്ന് പറഞ്ഞാൽ 2-3 കഴക്കാരെ പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പോൾ നിലവിലുണ്ട്. മൊത്തത്തിൽ എല്ലാവരും വന്ന് കൂടുന്നുണ്ട്. ഉത്സവം വരുന്നത് ഉത്സവം മകരം 11-ാം തീയതി, 10-ഉം 11-ഉം 2 ദിവസം 2-3 ദിവസം ഉത്സവം ഉണ്ടാവും. അതായത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞാൽ പിന്നത്തെ ഉത്സവം പുനഃപ്രതിഷ്ഠയാണ്. പിന്നെ പുനഃപ്രതിഷ്ഠയുണ്ട് ഇവിടെ. ത്രിപുരസുന്ദരി ദേവി തന്നെയാണ് കാര്യമുണ്ട് ഇവിടെ. ഒരു സഭയായിട്ട് കൊണ്ടടക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ദേവി എന്ന് വെച്ചാൽ ത്രിപുരസുന്ദരി, പിന്നെ മുത്തപ്പന്മാർ, പരിവാര ദൈവങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പൂജയ്ക്ക് വന്നിട്ട് ചെറുപ്പത്തിലേ വന്നാണ്. 16 വയസ്സിൽ വന്നാണ്. ഒരു 10-24 വർഷം ആയിട്ടുണ്ട്. തുടർച്ചയായിട്ട് മേൽശാന്തി ആയിട്ട് തന്നെ ഒരു 14 വർഷമായി. പിന്നെ നമ്മ അറിഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ നമ്മുടെ ദേവി നമുക്കെല്ലാം തരും. ഇത്രയും ശക്തിയുള്ള ദേവിയാണ് ത്രിപുരസുന്ദരി. 3 ലോകത്തിലെ സുന്ദരിയാണ് പാർവതിൻ്റെ സങ്കല്പം. പിന്നെ രാജരാജേശ്വരി. ഇവിടെ നമ്മൾ 3 ദേവിമാരായിരുന്നു ഇവിടെ ആദ്യം. രക്തേശ്വരി, ഭുവനേശ്വരി, പിന്നെ അന്നപൂർണേശ്വരി. 3 ദേവിമാരെ ഒറ്റ ഇതിലേക്കാക്കി കഴിഞ്ഞ് ത്രിപുരസുന്ദരിയായിട്ട് ലയിപ്പിച്ച് അങ്ങനെ ത്രിപുരസുന്ദരിയാക്കി. നമ്മൾ തന്ത്രിയാണ് ഒറ്റൊരു ദേവി മതി എന്നും പറഞ്ഞ് ഞാൻ ത്രിപുരസുന്ദരിയാക്കി. പിന്നെ മെയിനായിട്ട് നമ്മളെ മുത്തപ്പനാണ് എല്ലാ കാര്യങ്ങൾക്കും. മുത്തപ്പൻ്റെ ഇതായ മുത്തപ്പന് കലശമാണ് മെയിനായിട്ട് പരിപാടി. പിന്നെ നമ്മളെ മകരം 11-നാണ് ഉത്സവം. 8-ാം തീയതി തുടങ്ങും. പിന്നെ ഇടവത്തില ഉണർദം ദേവിയുടെ പ്രതിഷ്ഠാദിനം. അതാ വലിയ ഇതായിട്ട് നമ്മൾ സഭ ഓരോരുത്തർക്കും ഒരേ വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചികിത്സാ സഹായനിധി, അതുപോലെ പെൻഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പിള്ളേർക്ക് പഠിക്കാനിപ്പോൾ ഒരു ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു കൊല്ലം കഴിഞ്ഞിപ്പം ചെറിയ പഠിക്കാത്ത പിള്ളേരൊക്കെ അറിഞ്ഞാൽ പഠിപ്പിച്ചിങ്ങി വലിയ നിലയിലേക്ക് ആക്കാനുള്ള അങ്ങനെ സഹായങ്ങൾ കാണും. മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ നടത്തുന്ന പഞ്ചായത്ത് ശശീന്ദ്രൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പുള്ളിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. വിശേഷ ദിവസം വന്നാൽ എല്ലാവരും ഉണ്ട് കാണാൻ. 1-ാം തീയതി വന്നാൽ എല്ലാവരും ഉണ്ടാവും. മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ ഉണ്ട്.
കൂടാതെ ഇവരിവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഇംപ്രസ് ആയത്. വർഷം തോറും ഇവർ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കാർഷിക വ്യവസായ മേഖലകളിലെയും ഇതര രംഗങ്ങളിലെയും പ്രമുഖരെ കണ്ടെത്തി ത്രിപുര സുന്ദരി പുരസ്കാരം നൽകി ആദരിക്കുന്നു. കലാപഠന ക്ലാസുകൾ നൽകുന്നു. എല്ലാ തരത്തിലും ഉയർന്ന പഠന നിലവാരം കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റുകളും കൂടാതെ കലാ മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്നവർക്ക് കലാ പുരസ്കാരം നൽകി വരുന്നു. കർഷകർക്ക് കാർഷിക അവാർഡും കൊടുക്കാറുണ്ട്. കൂടാതെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതായി ഗ്രന്ഥശാലയും നടത്തി വരുന്നുണ്ട്. തുടങ്ങി ഇനിയും പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. എക്സൈറ്റഡ് ആണല്ലേ? അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ തറവാട്ടമ്പലം കണ്ട് തിരിച്ചു വരികയാണ്. മെല്ലനെ അച്ഛൻ വെള്ളം കുടിച്ചോട്ടെ. അച്ഛൻ വയറല്ലായി വെള്ളം കുടിച്ചിട്ട്. ഓ ഞാൻ അങ്ങോട്ട് പോണ്ട്. ഓക്കെ ഞാൻ നോക്കട്ടെ. കൺഫേം ആയല്ലോ. ഞങ്ങൾ തിരിച്ചു പോകാൻ വളരെയധികം വിഷമമുണ്ട്. ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല ഹാപ്പി ഇവരൊക്കെ കാണുകയും ചെയ്ത്. ഇവരൊക്കെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാ ഗൈസ്. അടിപൊളി. ഇനി ഇവിടെ ഇങ്ങനെ വരാൻ ഒരു ഇൻട്രസ്റ്റ് അല്ല, അത് തോന്നുന്നു. അടിപൊളിയായിരുന്നു. ഇനി പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. പക്ഷെ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അതിന് മുന്നേ എവിടെയും കയറി ഫുഡ് കഴിക്കണം. അത്ര തിരക്കൊന്നും ഇല്ലാലോ, സുഖമായിട്ട് പെട്ടെന്ന് എത്താം. വണ്ടികളൊക്കെ വളരെയധികം ആകെ ബൈക്ക് അല്ലേ? ബാദരപ്പുഴയാണ്. ബാദരപ്പുഴ അതാരാണ്? ബാദരപ്പുഴയാണ്. ബാദരപ്പുഴയോ? ഇതാ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോകാനല്ലേ. ഗൈസ് നമ്മൾ ഗുരുവായൂരിലേക്ക് നടക്കാണ്. അതാ ഗുരുവായൂരെത്തി. ചേച്ചി നല്ല തിരക്കുണ്ട് തോന്നുന്നു. ഗൈസ് നല്ല തിരക്കാണ്. നല്ല തിരക്കാണ് ഗൈസ്. ഗൈസ് നല്ല തിരക്കാണ് ഗൈസ്. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഗുരുവായൂരിൽ തൊഴുത് അവസാനം അവിടെ തന്നെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ പ്ലാന്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വിശന്ന് വീണതാണ്. അല്ല ഗൈസ്, രാത്രി ഉറങ്ങാൻ പറ്റിയില്ലല്ലോ, അതാണ് സംഭവം. അല്ലാണ്ട് എനിക്ക് വിശപ്പ് വന്നിട്ടൊന്നുമില്ല. ഗൈസ് പെട്ടെന്ന് തന്നെ വരിയൊക്കെ നീങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കാനും പറ്റും. അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഗൈസ് അങ്ങനെ പ്ലാനിങ്ങിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾ കാടാമ്പുഴയും കൂടെ പോകുന്നുണ്ട്. ഇന്ന് കാടാമ്പുഴ അമ്പലത്തിൽ വന്നു. നമ്മൾ തൊഴാൻ പോകണം ഗൈസ്. ഇനി ഗൈസ് ഇവിടുന്ന് തൊഴുത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. എന്നാൽ പിന്നെ ശരി, ബൈ.